ഇപ്പം നോമ്പെല്ലാം കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറേ ദിവസമായിട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ എനിക്ക് തോന്നി ഇനി നമുക്ക് നോമ്പിന് തന്നെ ഞാൻ വിചാരിച്ചതാണ് കേട്ടോ, നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഞാൻ ദേ സാമ്പാറായിരുന്നു ഇന്നലെ വൈകിട്ട്, കറി ഉണ്ടായിരുന്നു സാമ്പാർ. അപ്പോൾ അറിയാലോ, സ്വാഭാവികമായിട്ട് പിറ്റേ ദിവസം ഇഡ്ഡലി തന്നെയായിരിക്കും. അപ്പോൾ ദാ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല എളുപ്പം പണിയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ എല്ലാം നമുക്കൊരു മടിയാണ്. പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഉഷാറായിട്ട് ഇതൊക്കെ നമ്മൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. നമ്മളൊരു ടൈം ടേബിൾ അനുസരിച്ച് പോകും. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചേക്കുമ്പോൾ നമ്മൾക്ക് പിന്നെ എല്ലാത്തിനും ഒരു മടിയാകും. എളുപ്പം മടി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ട് ഇന്ന് ഇഡ്ഡലി കുറേ നാളുകൾക്ക് ശേഷം കഴിച്ചപ്പോൾ. ഇതിപ്പോൾ ഞായറാഴ്ച വിഷുവിൻ്റെ അന്നത്തുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ അടുത്ത് തന്നെ ഓഡിറ്റോറിയത്തിൽ കല്യാണമുണ്ട്. അപ്പോൾ അതിന് പോകാനായിട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല ഉഷാറായിട്ട് പോകേണ്ട ആദ്യമുള്ള ഒരു കല്യാണമാണ്. അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ റെഡിയായി ഇറങ്ങേണ്ട. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇനി അവിടെ ചെന്നിട്ട് ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ട് പിന്നെ അങ്ങനെയൊന്നും പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതാ നമ്മൾ ബീഫ് ചാപ്സും നെയ്ച്ചോറും ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് നല്ല തിരക്കായിരുന്നു കേട്ടോ കല്യാണത്തിന്. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് സീറ്റൊക്കെ കിട്ടിയത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് വിഷു ആണല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പായസം ഉണ്ടാക്കാമെന്നൊക്കെ കരുതിയതാണ് കേട്ടോ. പക്ഷേ അപ്പോൾ പിന്നെ എനിക്ക് സമയം ഉണ്ടായില്ല. കല്യാണത്തിന് പോകാനുള്ള ഒരുക്കത്തിനിടയ്ക്ക് പിന്നെ സമയം ഉണ്ടായില്ല. എന്തായാലും വൈകിട്ടാകട്ടെ എന്ന് കരുതി. അപ്പോൾ വൈകിട്ടതേ അന്ന് മഴവിൽ മനോരമയിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾക്ക് കിട്ടിയതാണ്, അവിടുത്തെ പരസ്യത്തിൻ്റെ അവരുടെ പ്രോഡക്റ്റുകളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അവരുടെ പായസം ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല പായസമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ വൈകിട്ട് പിന്നെ നമ്മളിന്ന് ഞായറാഴ്ച വരും പിന്നെ കല്യാണത്തിന് പോയിട്ട് നല്ല വെയിലും ഇതൊക്കെ തിരിച്ചു പോകുന്നു വീട്ടിലേക്ക്. പിന്നെ നമ്മൾ വേറെ എങ്ങും പോയില്ല കേട്ടോ. അപ്പോൾ വൈകിട്ട് അപ്പോൾ ഉണ്ണി പിന്നെ ഉപ്പുചീന സോപ്പിട്ട് നമുക്ക് പുറത്ത് പോകാം, പുറത്ത് പോയിട്ട് ഡിന്നർ എന്തെങ്കിലും നമുക്ക് ലേറ്റായിട്ട് പുറത്തുനിന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് പോന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരം ഇന്നാൾ കഴിച്ച അവിടെ ഒരു ഷോപ്പുണ്ട്, അവിടെ ഷവായി നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ പെരുന്നാളൊക്കെ കാരണം അവിടുത്തെ ഷോപ്പൊക്കെ അടച്ചേക്കായിരുന്നു. അപ്പോൾ പണിക്കാരൊക്കെ വരാത്തത് കൊണ്ടാവാം കട ഒന്നും തുറന്നിട്ടുണ്ടായില്ല. പിന്നെ ഇവിടെ കണ്ട ഇവിടുത്തെ ഒരു ഷോപ്പിൽ ഇവിടെ ഞാൻ മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറി ഏതായാലും വന്നതല്ലേ എന്ന് കരുതി നമ്മൾ പിന്നെ അവിടെ ഇരുന്നിട്ടാ. അപ്പോൾ അത് അവർക്ക് കിഴിപ്പൊറോട്ട മതി എന്നും പറഞ്ഞ് അവരത് കഴിക്കാൻ വേണ്ടിയിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമുണ്ട് കിഴിപ്പൊറോട്ട. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ പൊറോട്ടയിൽ കറി ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് ഇവരിങ്ങനെ ഈ ആവി കയറ്റുമ്പോൾ നമുക്കൊരു വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റൊക്കെ കൂടുതലായിട്ട് തോന്നും. ആ പൊറോട്ടയൊക്കെ അങ്ങ് പുഴുങ്ങി വെള്ളത്തിൽ മുക്കിയെടുത്തതുപോലെ തോന്നും. അപ്പോൾ എനിക്കൊരു ടേസ്റ്റും തോന്നാറില്ല കേട്ടോ ഇങ്ങനെ ഒരു രീതി കഴിക്കുന്നത്. പിന്നെ നമ്മളൊരു ഗ്രില്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് പൊറോട്ട എടുക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ആവി കയറ്റിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ അതിൻ്റെ ടേസ്റ്റ് കൊളാവും. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എന്തായാലും ഫുഡൊക്കെ തീരെ പോക്കായത് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അതാ ഇന്നിപ്പോൾ വൈകിട്ട് ഞാൻ പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മുവിന് കീമിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ പെട്രോൾ തീർന്നു പോയി. അപ്പോൾ പിന്നെ പിന്നെ പെട്രോൾ കൊണ്ടുവന്ന് ഒഴിച്ചു തന്നിട്ട്. അപ്പോൾ കുറേ ദിവസമായിരുന്നു പെട്രോൾ അടിച്ചിട്ട്. അപ്പോൾ പോരുന്ന വഴിക്ക് നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്റ്റോറാണിത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എളുപ്പത്തിന് പെട്ടെന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും ഇതൊക്കെ ചെയ്യണത്. ഇവിടെ ചെറിയ ഷോപ്പാണെങ്കിലും എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾക്കൊരു പരിപാടി ഇവിടെ വീട്ടിൽ നടക്കണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാനൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ കയറിയത്. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചപ്പോൾ ആളുടെ കുറച്ച് പാർട്ടി പ്രവർത്തകർ നമ്മളുടെ വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ന് ഇലക്ഷനൊക്കെ ആയ കാരണം അവിടെ പ്രസംഗവും കാര്യങ്ങളും അതിനൊക്കെ ആയിട്ട് വരുന്നതാണ് ഗസ്റ്റ്. അപ്പോൾ അത് നമ്മളുടെ വീട്ടിലാണെന്ന് ഡിന്നർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് താല്പര്യമുണ്ട് ഇങ്ങനെ ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലയായത് കാരണം പിന്നെ അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു സന്തോഷം. മറ്റുള്ളവർ കഴിച്ചിട്ട് നല്ലതാണെന്ന് പറയുമ്പോൾ അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഞാനിതിവിടെ ബീഫ് ഫ്രൈ തയ്യാറാക്കുകയാണ്. അപ്പോൾ നല്ല ബീഫ് ഫ്രൈ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ള എൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണിത്. അന്ന് ഫ്ലവേഴ്സ് ചാനലിൽ പോയപ്പോഴും ഇതാണ് തയ്യാറാക്കി തരുന്നത് കേട്ടോ. ആ ബീഫ് കോക്കനട്ടൊക്കെ ചേർത്തിട്ടുള്ള. പിന്നെ ഞാനൊരു ചെമ്മീൻ കറിയും ചേർക്കുന്നുണ്ട്. ഈ റൈസ് ഒന്ന് പകുതി കുക്കായിട്ടൊന്ന് കോരിയെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഒരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഞാൻ നല്ല തിരക്കിലാണ് കേട്ടോ. പിന്നെ അമ്മു സവാളയൊക്കെ കട്ട് ചെയ്യാൻ ഇതൊക്കെ എൻ്റെ കൂടി ഹെൽപ്പ് ചെയ്യാനൊക്കെ അമ്മും കൂടിയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മു ഇപ്പോൾ ഉള്ളത് നല്ലൊരു ഹെൽപ്ഫുള്ളാണ് എനിക്ക്. പിന്നെ അമ്മുവിൻ്റെ ഇടയ്ക്ക് പിന്നെ ഈ കീമിൻ്റെ ഇതൊക്കെ ഉള്ള കാരണം അതിൻ്റെ പഠിക്കാൻ ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും ഇന്ന് ഫുള്ളും അമ്മു എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് ചെറിയൊരു ചിക്കൻ കറി വയ്ക്കാൻ, പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇതുണ്ടാക്കാൻ. പിന്നെ ഞാൻ കുറച്ച് ചെമ്മീൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മൾ ഫിഷ് മോളിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് ചിക്കൻ ബിരിയാണി ദം ചെയ്യാനുണ്ടാ. ഇത് ഞാൻ കുറച്ചൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാ. ഇതിന് അധികം മസാല നമ്മൾ ഒരുപാട് സവാളയൊന്നും അരിഞ്ഞ് കൂട്ടണ്ട. കുറച്ച് സവാള വറുത്ത് കോരിയാണ് ഇതിൽ ചേർക്കുന്നത്. പിന്നെ ജിഞ്ചർ ഗാർലിക് ഇതൊക്കെ പുരട്ടി ഇങ്ങനെ നമ്മൾ ചിക്കനിൽ വെച്ചേക്കും. എന്നിട്ട് വഴറ്റിയെടുത്ത ആ സവാള മുരിച്ചെടുത്തത് അതിലേക്ക് വെച്ച് പിന്നെ ബട്ടറും കുറച്ച് ചേർക്കൂട്ടാ ഈ ചിക്കനിൽ ചേർത്തിട്ട് ഇങ്ങനെ ഈ പകുതി വേവിച്ച റൈസ് അതിലേക്കിട്ട് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ സവാള നമുക്കുള്ളത് ചിക്കൻ കറി വെക്കാനുള്ളതാണ്. അപ്പോൾ സവാള ഞാൻ ഗ്രേവിക്ക് വേണ്ടി ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇനി പൊരിച്ച ചിക്കനിൽ മസാല കൂട്ടുമ്പോൾ ആ വേവിച്ചെടുത്ത സവാളയും ചേർക്കും. ഇതാണ് ചെമ്മീൻ മോളി എന്നുള്ള രീതിയിൽ ഫിഷ് മോളി ഉണ്ടാക്കില്ല ആ ഒരു രീതിയിൽ. പക്ഷേ അതിൽ നമ്മൾ മുളക് പൊടി ചേർക്കില്ല. പക്ഷേ ഇതിൽ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ മുളക് പൊടി ചേർത്ത്. തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാലുണ്ടാക്കിയ ചെമ്മീൻ കറി. ഇത് നമ്മളുടെ ബീഫ് റോസ്റ്റാണ് കാണിച്ചത്. പിന്നെ അതാ ചിക്കൻ കറി എളുപ്പത്തിൽ ഉണ്ടാക്കണം. ആകെക്കോടി ഇത് ശരിക്കും പറഞ്ഞൊരു തട്ടുകടയിലെ രീതിയായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് എല്ലാം ചടപടേന്ന് ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ചിക്കൻ ചെറിയ പീസായി കൊടുക്കുന്നത് ചെറിയൊരു കറിയായിട്ട് ഞാൻ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ അതാ അതിൻ്റെ മസാല ഇതൊക്കെ അരപ്പ് കൂട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ന് വരുന്ന ഗസ്റ്റ് ആരാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ചാനൽ ചർച്ചകളിലൊക്കെ പ്രധാനമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് BR ഷഫീർ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹമാണ് ഇന്നിവിടെ ഗസ്റ്റായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം ഉള്ള കുറച്ച് പ്രവർത്തകരും ഇതൊക്കെ കാണുമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ബിരിയാണി തയ്യാറാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയും തയ്യാറാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെമ്മീൻ കറി ഉണ്ടാക്കി. പിന്നെ കുറച്ച് പൊറോട്ടയും വാങ്ങിക്കാൻ കരുതി. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ വെള്ളം കലക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഫുഡ് കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ബിരിയാണി ഞാൻ 2 പാത്രത്തിലായിട്ടാണ് ദം ചെയ്തെടുത്തത്. അപ്പോൾ അതാ ഇപ്പോൾ നമ്മളുടെ ഗസ്റ്റ് ഇവിടെ എത്തിയേക്കാണ്. അപ്പോൾ ഞാൻ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ആയിട്ട് അവിടെ വയ്ക്കേണ്ട. അവർ അകത്തേക്ക് കയറണതിന് മുൻപ് തന്നെ അവിടെ വയ്ക്കാതെ എഴുതി പോവുകയാണ്. അപ്പോൾ അവിടുത്തെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് അപ്പോൾ നല്ല വിശപ്പും താഴത്തോടു കൂടിയിരിക്കും വരുന്ന പോരാത്തതിന്. ഇപ്പോഴാണെങ്കിൽ നല്ല ചൂടും വെക്കാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ കൂൾ ഡ്രിങ്ക്സും വെച്ചിട്ടാണ്. അപ്പോൾ അത് കഴിക്കണം. അപ്പോൾ നമ്മളുടെ ഇവിടെ ഉണ്ടായ നല്ല പപ്പായ ഉണ്ടായിരുന്നു. പപ്പായയും തണ്ണിമത്തനുമാണ് ഞാൻ മുറിച്ച് വെച്ചത്. പിന്നെ ഇതാ അവരൊക്കെ വന്നിരുന്ന് പരിചയപ്പെടുകയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ ഫുഡൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പം നെയ്ച്ചോറും കുറച്ച് ചിക്കൻ കറിയും പിന്നെ ബീഫ് റോസ്റ്റും പിന്നെ ഒരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ രീതിയിലുള്ള കുറച്ച് വ്യത്യസ്തത വരുത്തിയിട്ടുള്ള എൻ്റെ ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒരുപാട് മസാലകൾ എരിവൊന്നും ഇല്ലാത്ത നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ അതും ഇതൊക്കെ ഞാൻ കുറേയൊക്കെ പാത്രത്തിൽ വെച്ച് ടേബിളിലേക്ക് വെച്ചു. അപ്പോൾ ബാക്കിയുള്ളത് എടുത്തങ്ങോട്ട് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ വന്ന എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡും ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടെ വരുന്ന പ്രവർത്തകരെന്തായാലും കാണൂല, അവർക്കുള്ള ഫുഡും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഇവർ ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ പേര് ഇവിടെ പുറത്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവരും ഇതൊക്കെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പലപ്പോഴും നമ്മൾ ന്യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ചാനൽ ചർച്ച നമുക്ക് കാണാൻ എല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആൾ സംസാരിക്കുകയും നമ്മളുടെ നിലപാടുകളൊക്കെ വ്യക്തമാക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഫുഡ് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇവിടുന്ന് ആവാം ഫുഡ് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ തന്നെ പറയുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അതാ എല്ലാം കഴിഞ്ഞ് അവരിപ്പോൾ പോകാനായിട്ട് ഇറങ്ങുക കേട്ടോ.
പാർട്ടി പ്രവർത്തകരൊക്കെ വരുമ്പോൾ ഇതിന് മുൻപ് ഇവിടെ ഫുഡൊക്കെ അങ്ങനെ ഞാൻ ഒരുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുൻപ് സുധാകരൻ സാറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ നല്ല ഗംഭീരമായിട്ടുള്ള ഫുഡൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പലരും ഇങ്ങനെ പ്രവർത്തകരൊക്കെ വരുമ്പോൾ ആളിങ്ങനെ ഫുഡ് ഇവിടെ ഏൽപ്പിച്ചാലോ എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇവിടെ അയക്കാലോ എന്ന് പറയുമ്പോൾ ഞാനത് എതിരൊന്നും പറയൂല കേട്ടോ. അപ്പോൾ എനിക്കും സന്തോഷമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുക ഇങ്ങനെ മറ്റുള്ളവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക, ഇതൊക്കെ എനിക്കും സന്തോഷമുള്ള കാര്യമുണ്ട്. അപ്പോൾ ഞാനും ഇങ്ങനെ ആൾ പറയുമ്പോൾ ഞാനെല്ലാം അങ്ങനെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാനൊന്നും പറയാറില്ല കേട്ടോ. അപ്പോൾ ഫുഡ് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ ഓടി കേൾക്കുകയും ചെയ്യും. പിന്നെ ഒടുവിൽ ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ തയ്യാറാക്കി അന്ന് ഫുള്ളും പണിയായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ഷീണം അറിയില്ല. പിന്നെ രാത്രി എല്ലാം കഴിയുമ്പോൾ ഒരു നിരന്ന കിടക്കലുണ്ട് എല്ലാം. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്യാനും ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ പാടായിട്ട് തോന്നണത്. അപ്പോൾ തയ്യാറാക്കുന്നതിന് എത്ര നേരം വേണമെങ്കിലും നിന്ന് ഞാൻ എന്ത് വിഭവം വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കാം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലീനിങ് ആണ് നമുക്ക്. പിന്നെ എനിക്കിപ്പോൾ എൻ്റെ കുക്കിംഗ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാമിന് ഇതൊക്കെ എവിടെയാണെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആൾ എന്നെ കൊണ്ടുപോകാനും തയ്യാറാണ്. അവിടെ എത്തിക്കാനും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാനും നല്ല രീതിയിലൊക്കെ ചെയ്യാനും ആൾ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്കിപ്പോൾ പരസ്പരം ഇങ്ങനെ സഹകരിച്ചും സ്നേഹിച്ചും മുമ്പോട്ട് പോകാം. അതൊക്കെ തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയവും. ഇതിപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവരെ യാത്ര ആക്കിയതിന് ശേഷം ബാക്കി നമ്മുടെ നാട്ടിലുള്ള പ്രവർത്തകരെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. പിന്നെ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് എനിക്ക് ചിലപ്പോൾ എല്ലാ പാർട്ടിയിലുള്ള എൻ്റെ സുഹൃത്തുക്കളും ഉണ്ട് കേട്ടോ. എല്ലാ പാർട്ടിയിലും പ്രവർത്തിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. പക്ഷെ വ്യക്തിപരമായിട്ട് അവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളും ഇതൊക്കെയാണ്. പക്ഷേ നമ്മളുടെ എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ ഒരു പാർട്ടിയെ പറ്റി. അങ്ങനെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് കേട്ടോ. പണ്ട് ഇതിൽ ഉറച്ചു നിൽക്കുന്നയാളാണ്. അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്നിവിടെ തീരുകയാണ് കേട്ടോ.